എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ശ്രീചക്രത്തില് കാമേശ്വര അംഗസ്ഥായി എന്ന് പറയും പോലെ ശിവൻ കാമേശ്വരന്റെ സ്വരൂപത്തോടുകൂടി എന്താ പറയാ, കോടി മന്മഥന്മാര് ചേർന്നാല് പോലും ശിവന്റെ ഒരു പാദത്തിന്റെ അത്രയും എത്തില്ല എന്നാണ്. കോടി മന്മഥന്മാര്, ഒരു മന്മഥനെ ഏറ്റവും ലോകത്തെ ഭ്രമിപ്പിക്കുന്നവൻ അല്ലെ, പഞ്ചബാണം കൊണ്ട്, തന്റെ ആകർഷണ ശക്തി കൊണ്ട്, അത്രയും സൗന്ദര്യമാണ് മന്മഥന്. ഇപ്പൊ കോടി മന്മഥന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം ആലോചിച്ച് നോക്കൂ. കോടി മന്മഥന്മാര് ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെ അതിസുന്ദരനായിട്ട് പിനാകം എന്ന വില്ലും എന്താ പറയാ അമ്പും ധരിച്ച് തേരിൽ കയറി എങ്ങനെയാണോ ദേവി വന്നത്, അതുപോലെ ഞാനും മോശക്കാരനല്ല, എനിക്കും തേരുണ്ട് എന്നുള്ള രീതിയിലല്ല, ഒപ്പത്തിനൊപ്പം ഒരാളെ സ്വീകരിക്കാൻ, ദേവിയെ സ്വീകരിക്കാൻ ശിവനും അതുപോലെ തേരിൽ കയറി ത്രിപുര സംഹാരത്തിന് പോയതുപോലെ എന്ത് ചെയ്തു, വന്നു ചേർന്നു ദേവിയെ കാണാനായിട്ട്. ഇവിടെയാണെങ്കിലും ആ കൈലാസത്തിന്റെ നടയില് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും വെച്ച് ദേവി തേരിൽ നിൽക്കണു. യുദ്ധത്തിന് വല്ല ഒരു എന്താ പറയാ ക്രൂദ്ധമായിട്ടുള്ള ഭാവമൊക്കെ മാറി വളരെ മൈൽഡായിട്ട്, വളരെ തന്റെ ഒരു ഏത് പെൺകുട്ടിക്കും തന്റെ ജന്മഗൃഹത്തിൽ ഏത് ജന്മത്തിലാണെങ്കിൽ ചെന്നാലും ആ ഒരു ഗൃഹത്തിനോട്, നമ്മൾ താമസിച്ചിരുന്ന വീട്ടിനോട് ഒരു അറ്റാച്ച്മെന്റ് വരും അല്ലെ. അതുപോലെ ദേവിയുടെ സ്ഥലമാണത്. അവിടെ വന്നപ്പോ ദേവി ആകെ മാറി. എങ്കിലും അകത്ത് പ്രവേശിക്കാതെ, ക്ഷണിക്കാതെ എങ്ങനെ അകത്ത് കയറുമെന്നുള്ള മട്ടില് വെളിയിൽ നിൽക്കുകയാണ്. ഒരു വല്ലാത്ത കാഴ്ചയാണ് അവിടെ. എന്താ പറയാ, ആ ഒരു കയ്യില് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും വെച്ച് നിൽക്കുന്ന ദേവി, എന്താ പറയാ, ഈ കാഴ്ച എവിടെ കാണാമെന്ന് ചോദിച്ചാല് സോമസുന്ദര സന്നിധിക്ക് സമീപം ഇന്നും കല്യാണ സുന്ദരേശ്വര സന്നിധിയില് അഷ്ടലക്ഷ്മി മണ്ഡപത്തില്, മധുര മീനാക്ഷിയുടെ അഷ്ടലക്ഷ്മി മണ്ഡപത്തില് ഈ യുദ്ധക്കോലത്തില് കരിമ്പ് വില്ല് പിടിച്ചു നിൽക്കുന്ന മീനാക്ഷിയും സുന്ദരേശ്വരനായിട്ട് വരുന്ന ശിവനെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്താ പറയാ, യുദ്ധം ചെയ്യാനല്ല വന്നത് ദേവി, യുദ്ധം ചെയ്യാനല്ല ശിവനും വന്നത്. എന്താണ് ആ ഒരു യുദ്ധം, അല്ലെങ്കിൽ എന്താ യുദ്ധം ചെയ്യാൻ എന്ന് പറയാ, എന്താ പറയാ, ഒരാളെ തോൽപ്പിക്കുക എന്നാണ്. പക്ഷെ ഇതോ, നഷ്ടപ്പെട്ടു പോയ ഒരു ഭാഗത്തെ തിരിച്ചെടുക്കാനാണ് ശിവനും ദേവിയും അവിടെ വന്നിരിക്കുന്നത്. അപ്പോ അവിടെ നമുക്കറിയാം, വല്ലാത്ത ഒരു ആ കൈലാസത്ത് പ്രവേശിച്ച ഒരു ഭാര്യ പിണങ്ങിപ്പോയി ഭർത്താവിനോട്, കുറെ കാലം സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് എന്താ പറയാ, തിരിച്ച് തെറ്റുണർന്ന് ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോ അകത്ത് കയറാൻ ഒരു മടിയായിരിക്കും അല്ലെ, പുറത്ത് നിൽക്കും. മക്കളാണെങ്കിലും അതെ, വിവാഹം കഴിഞ്ഞ് അയക്കുമ്പോ ഭർത്താവാണെല്ലാം ഭർത്താവിനോട് പിണങ്ങി വന്നു. അപ്പൊ നടയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്തിനാ? ഭർത്താവ് വന്ന് തന്നെ വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഏത് സ്ത്രീയുടെ ഉള്ളിൽ കാണും. അതുപോലെ പരാശക്തിയും സ്ത്രീയാണ്, അമ്മയാണ്. എല്ലാ വികാര വിചാരങ്ങളും ദേവിക്കുണ്ട്. അപ്പൊ ദേവിയും വന്ന്, എന്തിനാണ് ഈ പരാശക്തി സ്ത്രീകളുമായിട്ട് ഉപമിക്കണമെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം തന്നെ നമ്മൾ അമ്മാന്ന് വിളിക്കുമ്പോ, അമ്മാന്ന് വിളി കേൾക്കണമെങ്കിൽ ദേവിക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭാവം വരണം. ദേവി ഈ പറഞ്ഞ മക്കൾ വിളിക്കുമ്പോൾ ഓടി വരണമെങ്കിൽ എന്തുകൊണ്ട്? ഒരു അമ്മയുടെ ഒരു മാതൃത്വ ഭാവം, ഒരു ഭാര്യയുടെ ഭാവം എല്ലാം തന്നെ ദേവിയിൽ ഇണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മക്കൾ വിളിച്ചാൽ അമ്മ ഓടി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആ ഒരു സ്നേഹവും എല്ലാം തന്നെ. പരാശക്തിക്ക് എന്താ ഇതൊന്നുമില്ല, ഇത് ഒരിക്കലും പിരിയാത്തവരാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ രീതിയിൽ കാണുന്നു എന്ന് ചോദിച്ചാല്, എല്ലാം നമുക്ക് മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമായിട്ട് അടുപ്പിക്കുന്നതും ഓരോരുത്തരായിട്ട് വിഘടിപ്പിക്കുന്നതൊക്കെ. അപ്പൊ ദേവിക്ക് ഇതെല്ലാം ഉണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്കും ഈ വികാരങ്ങളും ഉണ്ട്. അപ്പൊ അമ്മ എന്നുള്ള ഒരു മാതൃത്വം, ഭാര്യ എന്നുള്ളത് എല്ലാം ദേവിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ഒരു വ്യക്തി ഉയർന്നിരിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ അമ്മയുമായിട്ട് അടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദേവി സ്വന്തം ഗൃഹത്തിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നു. വളരെ കാലമായിട്ട് കാണാതിരുന്നവർ തമ്മിൽ കാണുന്നു. അപ്പൊ കുറെ കാലമായിട്ട് പിണങ്ങിപ്പോയി, രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല, രണ്ടുപേർക്കും കാണണം എന്നുണ്ട്. ആ രാജ്യം വരും. ഭർത്താവ് മാപ്പ് പറയുമോ, ഭാര്യ മാപ്പ് പറയുമോ? ആർക്കാണ് അതില്? ആരും കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കുന്നില്ല. ശിവൻ തെറ്റ് ചെയ്തോ? ഇല്ല. അദ്ദേഹം തന്റെ സ്വന്തം കുണ്ടലങ്ങൾ എടുത്ത് കാതിലണിഞ്ഞു. ദേവി നിസാരമായിട്ടുള്ള കാര്യത്തിന് വഴക്കുകൂടി. പക്ഷെ രണ്ടുപേർക്കും മാപ്പ് പറയാൻ വയ്യ. എന്ത് ചെയ്യും? രണ്ടുപേരും പരസ്പരം കാണുകയാണ്. അപ്പൊ വല്ലാത്ത ഒരു മുഹൂർത്തം. രണ്ടുപേരുടെ ഉള്ളില് ഭയങ്കര സന്തോഷം. എങ്ങനെ കാണും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു, വളരെ കാലമായിട്ട് പിണങ്ങി ഇരുന്നവര് കാണാൻ നിൽക്കുന്ന പോലെ രണ്ടുപേരുടെ മനസ്സിലും എന്താ, കാണാനുള്ള ആഗ്രഹം ഉത്കടമായിട്ട്. എങ്ങനെയാണോ രാമൻ സീതയെ ഒരു വർഷം രാവണന്റെ എന്താ പറയാ രാജകൊട്ടാരത്തിൽ ആ ഒരു അശോകവനിയിൽ ഇരുന്നിട്ട് രണ്ടുപേരും തമ്മിൽ ആകാംക്ഷയോടെ ദേവി കാണാൻ വന്നപ്പോ രാമൻ കണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ദേവിയോട്. പക്ഷെ ശിവൻ ശക്തി അങ്ങനെയല്ല. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല. വെറുതെ എന്താ പറയാ, ഒരു സൗന്ദര്യ പണക്കം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സൗന്ദര്യ പണക്കായിരുന്നു. അപ്പൊ പക്ഷെ കാണാൻ അതിയായ ആഗ്രഹത്തോടുകൂടി നിൽക്കണു. ആ ആഗ്രഹത്തെ എന്ത് ചെയ്യാ, ദേവി എന്ത് ചെയ്തു, ആ ഒരു ശിവൻ എന്താ പറയാ അതിഭയങ്കരമായിട്ടൊരു രോമാഞ്ചമൊക്കെ അണിഞ്ഞാണ് ദേവി നിൽക്കുന്നത്.
ആ ഒരു ശിവന്റെ രൂപത്തെ കാണാനായിട്ട്. അപ്പോൾ അതിസുന്ദരനായിട്ട് പീതാംബരധാരിയായിട്ട് കോടി മന്മഥന്മാർ ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെ പിനാകവില്ലും അമ്പും ധരിച്ച് ഭഗവാൻ തേരിൽ വരികയാണ് കൈലാസത്തിനകത്തു നിന്ന്. ആ ദേവിക്ക് പുറമെല്ലാം ഒരു രോമാഞ്ചമുണ്ടായി എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള രോമാഞ്ച കഞ്ചുകത്തോടെ സ്വാമിയുടെ ഇടതു ഭാഗമായിരുന്ന താൻ എത്ര കാലമായി പിരിഞ്ഞിട്ടെന്ന് വളരെ വിഷമത്തോടു കൂടി ചിന്തിക്കുന്നു. ദേവി ആരായിരുന്നു? ദേശവും തനിക്ക് പാണ്ഡ്യദേശം വേണ്ട, ദിഗ്വിജയം വേണ്ട, ആ കണ്ടതും ആ ഒരു ദർശന മാത്രയില് പിണക്കങ്ങളെല്ലാം മറന്നുപോയി. തന്റെ പതി മാത്രം മതി, ഇനി ഇദ്ദേഹവുമായിട്ട് ചേർന്നാൽ മതി എന്ന് അതിയായിട്ടുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം മുണ്ടിലുണ്ടായി. തൽക്ഷണം എന്ത് സംഭവിച്ചു? തന്റെ മൂന്നാമത്തെ സ്ഥാനം എല്ലാവരും എന്തു പറഞ്ഞിട്ടാണോ ദേവിയെ ഇത്രയും കാലം എന്തോ ഒരു വിചിത്ര ജീവിയായിട്ട് കണ്ടിരുന്നത്, മലയധ്വജ പാണ്ഡ്യന് എന്തിനാണോ തന്റെ മകൾക്ക് പൂർണ്ണതയില്ല, ഈ ഒരു എന്താ പറയാ ഭഗവാനെ തന്നെ ആ ഭഗവാന്റെ മൂന്നാമത്തെ നേത്രം എന്താ പറയാ അത് വിരൂപം എന്ന് പറഞ്ഞത്, അതുപോലെ വിരൂപമായിട്ടിരുന്ന തന്റെ മൂന്നാമത്തെ സ്ഥാനം ആ ദർശന മാത്രയിൽ തന്നെ ഇല്ലാതായി, അപ്രത്യക്ഷപ്പെട്ടു. ദേവി ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആ മൂന്നാമത്തെ സ്ഥാനം ചുരുങ്ങി, അത് ഇല്ലാതായി. സാധാരണ സ്ത്രീകളെ പോലെ ദേവിയും അതിസുന്ദരിയായിട്ട് എന്താ ദേവിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി, കൂടെ വന്ന സുമതിക്കും അത് മനസ്സിലായി. അതോടുകൂടി എന്തായി ദേവി? സാധാരണ ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോൾ എങ്ങനെയാണോ ആ ഒരു പരാശക്തി തന്റെ ഭർത്താവിനെ കണ്ടപ്പോ എങ്ങനെയാണോ നാണത്തോടുകൂടി തന്റെ ഇടത് ഭാഗം, ഇതുവരെ ഒരു പുരുഷന്റെ ഒരു ആകൃതിയിലായിരുന്നു നിന്നത്, യുദ്ധക്കോലം എല്ലാവരെയും വിജയം വരിക്കേണ്ട രീതിയിൽ ആ ഒരു യുദ്ധക്കോലത്തിൽ നിന്ന് ആള് പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഒരു സ്ത്രീയായിട്ട് മാറുകയാണ്. ശിവനെ നോക്കി അദ്ദേഹത്തിന്റെ മുഖത്തെന്താ? തന്റെ ഇടത് ഭാഗം വേറെ ആരെങ്കിലും അപഹരിച്ചോ? കുറെ കാലം ഭാര്യ ഇല്ലാതിരുന്നപ്പോ സാധാരണ ആളുകൾ ഇനി വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ ഒരു സംശയത്തോടുകൂടി നാണത്തോടുകൂടി ശിവന്റെ ഇടത് ഭാഗത്ത് നോക്കുകയാണ്. അദ്ദേഹം പൂർണ്ണമായി തനിക്ക് തന്ന ഇടത് ഭാഗത്ത് വേറെ ആരെങ്കിലും കേറി പറ്റിയോ എന്നൊക്കെ നോക്കുകയാണ്. തന്നെ പൂർണ്ണമായി ശിവൻ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് പരാശക്തിക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. ദേവി ഭഗവാനെ വിഴുങ്ങി എന്നാ പറയണത്. എന്നിട്ട് ആ പകുതി ഭഗവാന് കൊടുക്കുകയാണ്. ദേവിയാണ് ശിവൻ, ശിവനാണ് പൂർണ്ണമായിട്ടുള്ള ദേവി. അപ്പൊ അത്രയും സ്നേഹമാണ് ശിവന് ദേവിയോട്. ഇടത് ഭാഗത്ത് നോക്കി കുനിഞ്ഞ ശിരസോടുകൂടി ദേവി ശിവന്റെ പാദങ്ങളെ തന്നെ നോക്കൂ. പെട്ടെന്ന് വന്ന മാറ്റം നോക്കൂ. തന്റെ ആ ഒരു മൂന്നാമത്തെ സ്ഥാനം തനിക്ക് എന്താണോ ശാപമായിട്ടിരുന്നത് അത് മാറി. ആ ദർശന വേളയിൽ തന്നെ ശിവന്റെ ശാപം പോയി. ശിവനുമായിട്ടുള്ള ആ ഒരു യഥാർത്ഥ എന്താണ് ബന്ധം ദേവിക്ക് മനസ്സിലായി. നാണത്തോടുകൂടി മീനാക്ഷി എന്ത് ചെയ്തു? ഭഗവാന്റെ പാദപത്മങ്ങളെ നോക്കി നിൽക്കുകയാണ് കുനിഞ്ഞ ശിരസോടുകൂടി. ശിവൻ പറഞ്ഞു, മീനാക്ഷി രാജരാജേശ്വരി, നീ എന്റെ എല്ലാമാണ്. നമുക്കറിയാം, നമുക്ക് രണ്ടുപേർക്കും ഈ പ്രപഞ്ചത്തിനും അറിയാം. പക്ഷെ എല്ലാ ഭുവനങ്ങളെയും ഉണ്ടാക്കിയതും നീ തന്നെ, ഇപ്പോ ലീലയായിട്ട് ജയിച്ചു വന്ന് നിൽക്കുന്നതും നീയാണ് അല്ലെ? എനിക്കും അത് നിനക്ക്, എന്റെ ആധാരം പോലും നീയാണ്. ശിവൻ പറയണം, നോക്കൂ എത്ര സ്നേഹമാണ്. എന്റെ ആധാരം നീയാണ്. എന്റെ എന്താ പറയാ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കണമല്ലോ. നിനക്ക് ഒരു അവതാരം ഉദ്ദേശമുണ്ടായിരുന്നു. നീ പാണ്ഡ്യ ബാലയായിട്ട് പോവാൻ കാരണം നിനക്ക് ഒരു ജന്മ ഉദ്ദേശമുണ്ട്, അത് തീർന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം, നീ മധുരാപുരിക്ക് പോകണം. ഇന്ന് സോമവാരമാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ്. നമ്മൾ പറയാറുണ്ട് സോമവാര വ്രതം ശിവനെ പ്രീതിപ്പെടുത്താനാണ്, നല്ല ഭർത്താവിനെ കിട്ടാനാണെന്നൊക്കെ പറയും ഇല്ലേ? അതുപോലെ ഇന്ന് സോമവാരം, ഇന്ന് തിങ്കളാഴ്ചയാണ്. നീ മധുരയ്ക്ക് തിരിച്ചു പോകണം. അവിടെ എന്താ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ദേവി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയുടെ അനുവാദം മേടിക്കണം. എന്റെ മുറപ്പടി മാത്രമേ കുലസ്ത്രീകളെ വിവാഹത്തിന് സമ്മതിക്കാറുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എനിക്ക് അമ്മയുടെ അനുവാദം അങ്ങ് മേടിക്കണം എന്ന് പറയാണ്. സാരമില്ല, നീ ഇന്ന് സോമവാരം, അടുത്ത തിങ്കളാഴ്ച ദിവസം ഞാന് സുന്ദരേശ്വരനായിട്ട് മുറപ്പടി അവിടെ വന്ന് അമ്മയോട് കാഞ്ചനമാലയോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ നിന്നെ വന്ന് വിവാഹം ചെയ്തോളാം. അപ്പൊ എന്താ അത് കേട്ട് എന്താ പറയാ അവിടെ നിന്ന ഭൂതഗണങ്ങളും എല്ലാവരും അമ്മാ, തായേ, പാർവതി, മീനാക്ഷി, പരാശക്തി എന്നൊക്കെ പറഞ്ഞ് ജയ് ആരവം മുഴക്കാണ്. തന്റെ സ്വാമിയുടെ വിവാഹം എത്രയോ കാലമായിട്ട് അദ്ദേഹത്തെ പിരിഞ്ഞുപോയ തന്റെ ആ ഒരു സ്വാമി തിരിച്ച് തന്റെ കൈലാസത്തേക്ക് എഴുന്നള്ളുമെന്ന് കേട്ട് സന്തോഷിച്ച് അവര് ശിവഭൂതഗണങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തു? ആ ഒരു വളരെ സന്തോഷത്തോടു കൂടി അവര് ആഹ്ലാദപരമായിട്ട്, അമ്മ ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്തത് അമ്മയോട് ഏറ്റുമുട്ടി എന്നൊക്കെ പറഞ്ഞ് സമസ്ത അപരാധങ്ങളൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞ് എന്താ പറയാ സന്തോഷത്തോടെ അവര് ജയ ആരവം മുഴക്കുന്നു. അതിതേജസ്വിയായി ശിവൻ എന്ത് ചെയ്തു? അടുത്ത സോമവാരത്തില് മധുരാപുരിയില് ഈ പറഞ്ഞ അമ്മയുടെ അനുവാദം വാങ്ങി വിവാഹത്തിന് എത്തും എന്നുള്ള സന്തോഷമായിട്ടുള്ള വർത്തമാനം കേട്ട് ദേവി എന്ത് ചെയ്തു? ഇപ്പൊ ദേവി ആളെ മാറി. യുദ്ധക്കോലത്തിൽ വന്ന് ഭയങ്കര എന്താ പറയാ
യുദ്ധം ജയിക്കാമെന്ന് ദേവി ഇപ്പൊ എപ്പോഴും ഭയങ്കര നാണം, ശിവന്റെ മുഖത്ത് നോക്കുന്നില്ല, ലജ്ജയോടുകൂടി ശിവനെ നമസ്കരിച്ച് നാണത്തോടുകൂടി എന്നാൽ തന്റെ ഭർത്താവിനെ വിട്ടുപോകുന്ന, ഇപ്പൊ ഭർത്താവല്ല കന്യകയാണ്, അതിന് മുമ്പില് ഭർത്താവായിരുന്നു. 7 ജന്മങ്ങള്, ജന്മാന്തരങ്ങളില് ഒരു ജന്മത്തിലും പിരിയാത്ത രണ്ടുപേരേ ഉള്ളൂ, ശിവശക്തികള്. അവരൊരിക്കലും പിരിയില്ല, അവരെന്നും പല പല ലീലകൾ ആടും, പക്ഷെ അവർ തമ്മിൽ ഒരിക്കലും സെപ്പറേഷൻ ഒന്നൊന്നില്ല. എങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ നാടകത്തിന്റെ ലീലയായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദേവിക്ക് പിരിയാൻ ഒരു മടി. ഇതുവരെ കാണാതിരുന്നപ്പോ എന്ത് ചെയ്തു? കുഴപ്പമില്ലായിരുന്നു. കാണാതിരുന്നപ്പോ രണ്ടുപേരും അതിനെക്കുറിച്ച് ഓർത്തില്ല. കണ്ടപ്പോ പിരിയാൻ അതിവിഷമം. ശിവനും അതെ, ശിവൻ അകത്തോട്ട് പോകുന്നില്ല, ദേവി മധുരയ്ക്ക് പോകുന്നില്ല. രണ്ടുപേരും പരസ്പരം നോക്കി എന്താ കണ്ണുകൊണ്ട് യാത്രാ മംഗളങ്ങളൊക്കെ നേർന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പൊ സുമതി പറഞ്ഞു, ദേവി മീനാക്ഷി നമുക്ക് പോവാം, അമ്മയോട് അവിടെ മധുരയിൽ എന്താ വിവാഹ ഒരുക്കങ്ങളൊക്കെ നമുക്ക് നടത്തണ്ടേ, തിരിച്ചു പോവാന്ന് പറഞ്ഞ് ദേവിയെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ. ദേവി സ്വയം വന്ന ആളിപ്പോ എന്തായി? അവിടെ സ്വന്തം വീട്ടിൽ വന്നപ്പോ തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്ത ആളായിട്ട് മാറി. സുമതി വലിച്ചു കൊണ്ടുപോയി എന്നാ പറയണത്, നിർബന്ധമായിട്ട്. അപ്പൊ ദേവി വിഷമത്തോടുകൂടി, തന്റെ ശിവനെ പിരിയുന്ന വിഷമത്തോടുകൂടി തിരിച്ച് തേരിൽ കയറി ശിവനും അതുപോലെ കൈലാസത്തിനകത്തോട്ട് പോവുകയാണ്. ശിവൻ പാണ്ഡ്യ മന്നനായിട്ട് വരാൻ പോവുകയാണ്. മീനാക്ഷി കല്യാണത്തിന് പാണ്ഡ്യ രാജ്യത്ത് ദേവിയോടൊപ്പം കുറച്ചു നാളെ താമസിക്കണമെന്ന് പറഞ്ഞ് മീനാക്ഷിയെ തിരിച്ചയക്കുകയാണ്. ഞാൻ വരും, നിന്റെ കൂടെ നിന്നെ കല്യാണം കഴിച്ച് ഞാൻ അവിടെ എന്ത് ചെയ്യും? കുറച്ചു കാലം അവിടെ അരശനായിട്ട്, രാജാവായിട്ട് അവിടെ താമസിക്കും എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ എന്താ പറയാ, ആ കൂട്ടുമുട്ടിയ സുമുഹൂർത്തം. അല്ലാത്ത ഒരു ദേവന്മാരും അക്ഷന്മാരും ഗന്ധർവന്മാരും എല്ലാവരും തന്നെ മീനാക്ഷി കല്യാണം, മീനാക്ഷി തിരുസ്വയംവരം, ആ സ്വന്തം ദിഗ്വിജയത്തിലൂടെ തന്റെ ഭർത്താവിനെ കണ്ടെത്തിയ മീനാക്ഷി സ്വയംവരം, മീനാക്ഷി തിരുക്കല്യാണം. തിരുക്കല്യാണം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കല്യാണത്തിനാണ് നമ്മൾ തിരുക്കല്യാണം, തിരുവുടൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തിരുക്കല്യാണ ദർശനത്തിന് ഇനി ഇതിൽ കൂടുതൽ ഭൂമിയിലെ ദേവിയുടെ ഒരു വിവാഹം. ലളിതാ പരമേശ്വരി വന്നു, കാമേശ്വരനുമായിട്ട് വിവാഹം ചെയ്തു. പക്ഷെ മീനാക്ഷി ആവട്ടെ മനുഷ്യ സ്വരൂപത്തില് മധുരയിലെ മഹാരാജ്ഞിയായിട്ടിരിക്കുന്ന ദേവിയുടെ ആ തൃക്കല്യാണ ഉത്സവം 7 ദിവസത്തെ അതിഗംഭീരമായിട്ടുള്ള മധുര അണിഞ്ഞൊരുങ്ങി ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും, യക്ഷകിന്നര ഗന്ധർവന്മാരും എല്ലാവരും അണിചേരുന്ന ആ സപ്തർഷികളും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും വരുന്ന വിവാഹത്തിൽ നമുക്ക് പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു? ആ മീനാക്ഷി കല്യാണ വൈഭോഗം എന്നുവെച്ചാൽ അത് കണ്ടാല്, മീനാക്ഷി കല്യാണം കണ്ടാൽ ഒരിക്കലും ആ വിവാഹത്തെ കുറിച്ച് പറയുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവർക്ക് മോക്ഷമാണ്. അത്ര ഉയർന്ന ഭൂമിയിൽ നടന്ന ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് പ്രപഞ്ചവും മധുരാപുരിയും ഒരുങ്ങി ദേവി മീനാക്ഷി തിരിച്ച് കാഞ്ചനമാലയുടെ അടുത്ത് എത്തുകയാണ്. അവിടെ ചെന്നിട്ട് എന്താ ദേവിയുടെ ഒരു പ്രത്യേക അപ്പൊ ആ ഒരു ദിഗ്വിജയത്തിന് ശേഷം അവസാനം കൈലാസത്തെത്തി ശിവദർശനം ചെയ്തതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. എന്താ പറയാ, ആളാകെ അങ്ങ് മാറി ഇല്ലേ? തിരിച്ച് കാഞ്ചനമാലയുടെ അടുത്ത് വരികയാണ് മീനാക്ഷി. ആ ഒരു പ്രത്യേക രൂപത്തിൽ പോയ പോലെ അല്ല. അമ്മയ്ക്ക് മക്കളെ പെട്ടെന്ന് മനസ്സിലാവും. അത് ഈ അമ്മ പെട്ടെന്ന് മീനാക്ഷിയെ കണ്ടപ്പോ കുനിഞ്ഞ ശിരസോടുകൂടി, നാണത്തോടുകൂടി, യഥാർത്ഥ ഒരു സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ് അതീവ സുന്ദരിയായ മീനാക്ഷി ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാഞ്ചനമാലയ്ക്ക് വലിയ അത്ഭുതം തോന്നി. അപ്പൊ അവിടെ ദേവിയുടെ എന്താ പറയാ, ആ ഒരു സുന്ദരേശ്വര കല്യാണ വൈഭോഗം എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. വളരെ വിശേഷപ്പെട്ട കല്യാണ ഉത്സവമാണ് മീനാക്ഷിക്ക് നടക്കേണ്ടത്. ബ്രഹ്മേശാച്യുത ഗീയമാന ചരിതേ പ്രേതാസനാസ്ഥിതേ പാദോരംശ കുശ ചാപ ബാണാങ്കിതേ ബാലേന്ദു ചൂടാഞ്ചിതേ ബാലേ ബാലകുരാംഗ ലോലനയനെ ബാലാർക്ക കോഡ്യോജ്വലെ എന്ന് പറഞ്ഞ് ദേവിയെ പ്രത്യേകം അവിടെ ദേവി വിവാഹത്തിന് ഒരുങ്ങുന്നതിന് മുമ്പേ ദേവിയെ പൂജിക്കുന്നുണ്ട്. അതായത് ആ ഒരു മുദ്ര ആരാധിത ദൈവതേ മുനിസുതേ കൃപാവലംബനഗരി മീനാംബിക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്തോത്രമുണ്ട്. അപ്പൊ ത്രിമൂർത്തികള് സ്തുതിക്കപ്പെട്ടവളും പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്നവളും കയർ തോട്ടി അമ്പൊക്കെ ധരിച്ചിരിക്കുന്നവളും ബാലയും മാനിന്റെ കണ്ണോടുകൂടിയവളും അനേക ബാലാദിത്യ പ്രഭയോടുകൂടിയവളുമായ ബാലചന്ദ്രനെ അണിഞ്ഞവളും ദിവ്യമുദ്രകൾ കൊണ്ട് പൂജിക്കപ്പെടുന്നവളും മുനിസുതയും ആയിട്ടുള്ള അമ്മ മീനാക്ഷി എന്ന് എന്നെ രക്ഷിച്ചാലുമെന്ന് ആര് പ്രാർത്ഥിക്കുന്നോ അവർക്ക് മീനാക്ഷിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുമെന്ന് മീനാക്ഷി വൈഭവം പറയുന്നു. അപ്പൊ അങ്ങനെ
ദേവി എന്താ പറയാ ആ ഒരു വ്യത്യാസം കണ്ടു. ഉടനെ തന്നെ കാഞ്ചനമാല ചോദിക്കുകയാണ്, എന്താണ് എന്ത് പറ്റി എന്റെ മകൾക്ക്, എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ സുമതി കാര്യങ്ങൾ പറഞ്ഞു. ദേവിയുടെ മൂന്നാമത്തെ സ്ഥലം പറഞ്ഞു. ദേവി തന്റെ വരനെ കണ്ടെത്തിയിരിക്കുകയാണ്. മീനാക്ഷിയുടെ വരൻ ആരാണെന്ന് ചോദിച്ചപ്പോ പറയുന്നു, സാക്ഷാൽ ശിവഭഗവാനാണ് മീനാക്ഷിയുടെ വരൻ എന്ന് കേട്ട് എന്തു കഴിഞ്ഞു, വളരെയധികം കാഞ്ചനമാല സന്തോഷത്തോടുകൂടി തന്റെ മകളെ കെട്ടിപ്പിടിച്ചു. ഇനി ഇതിൽ കൂടുതൽ ഭാഗ്യവും ഇതിൽ കൂടുതൽ മോക്ഷപ്രദവുമായിട്ട് എന്താണ്? അതായത് കുലദൈവം എന്ന് പറയുന്നത് സുന്ദരേശ്വരനാണ്. മധുരയിലെ ആ ഒരു ശിവലിംഗത്തിലാണ് മലയധ്വജ പാണ്ഡ്യൻ അന്തർധാനം ചെയ്യുന്നത്. അവരുടെ കുലദൈവം മീനാക്ഷിയും സുന്ദരേശ്വരനുമാണ്. ആ സുന്ദരേശ്വരൻ തന്റെ മകളെ കല്യാണം കഴിക്കാൻ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ മധുരാപുരിയില് എന്താ പറയാ എത്തണു എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ ആ ഒരു മഹാസന്തോഷം, നമുക്കിത് വളരെ ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് കാഞ്ചനമാല എന്ത് ചെയ്തു, വിവാഹ വിളംബരം നടത്തുകയാണ് മധുരാപുരിയില്. എല്ലാത്തിനും എന്താ വിവാഹത്തിന്റെ വിളംബരം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവിടെ എന്താ പറയാ കൊട്ടാരത്തിൽ നിന്ന് അറിയിപ്പ് വന്നു. അപ്പോ തിരിച്ച് 8 ദിവസം, അടുത്ത തിങ്കളാഴ്ച വരുമെന്നാണല്ലോ സുന്ദരേശ്വരൻ വരും എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരാഴ്ച വീഥികളെല്ലാം അലങ്കരിച്ചു. ഓരോ വീടുകളും എന്താ പറയാ വെള്ളം തെളിച്ച് ശുദ്ധമാക്കി. വളരെ എല്ലാവരും സുന്ദരേശ്വരനെ എന്താ പറയാ വരനെ സ്വീകരിക്കാൻ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പൊ അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങുകയാണ്. കാരണം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന എവിടെ നിന്നാണ്? സുന്ദരേശ്വരൻ പറഞ്ഞത് എന്താ? സുന്ദരേശ്വര ലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് കല്യാണം ചെയ്തോളാം. അവിടെ സുന്ദരേശ്വര ക്ഷേത്രമുണ്ട്. ആ സുന്ദരേശ്വര ലിംഗത്തിൽ നിന്ന് പുറത്തു വരാം എന്ന് പറഞ്ഞതും പാണ്ഡ്യവംശം ഭരിക്കുമെന്ന് കേട്ടതും എന്ത് ചെയ്തു? അത്രയും സന്തോഷത്തോടു കൂടി കാഞ്ചനമാലയും ആ മധുര നിവാസികളും ഒരുപോലെ സന്തോഷിച്ചു. അപ്പൊ ആകാശം വഴി കൈലാസത്ത് നിന്ന് മധുരാപുരിയിലെ അമ്മയെ കാണാൻ കാഞ്ചനമാലയായ അമ്മയെ കണ്ട മീനാക്ഷി നമസ്കരിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിക്കുകയാണ്. തന്റെ ഒരു സ്വയംവരം പോലെ തന്നെ എല്ലാ രാജ്യത്തും പോയി തന്റെ യഥാർത്ഥമായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട വരനെ ദേവി സ്വീകരിച്ചു. അപ്പോ ആ ഒരു എന്താ പറയാ ആ ഒരു അതിസുന്ദരിയായിരിക്കുന്ന മീനാക്ഷിയെ കണ്ട് ഇനി എന്തൊക്കെ ഞാൻ ഒരുക്കങ്ങൾ ചെയ്യണം? കാഞ്ചനമാലയ്ക്ക് ഒരു സാധാരണ അമ്മയെ പോലെ തന്നെ വേവലാതിയായി അല്ലെ? മകളുടെ പരമഭാഗ്യം കാമേശ്വരനായ സോമസുന്ദരമൂർത്തി മീനാക്ഷിയെ കല്യാണം കഴിക്കുന്ന സന്തോഷം, അപ്പൊ എല്ലാ ലോകങ്ങളും കീഴടക്കിയ സന്തോഷം, കൈലാസത്തിൽ എത്തിയ ശിവനെ കണ്ടപ്പോ മൂന്നാമത്തെ സ്ഥലം അറിഞ്ഞ സന്തോഷം, വരൻ ശിവനാണ്, പരാശക്തിയാണ് സാക്ഷാൽ മീനാക്ഷി. ഇതെല്ലാം കൂടെ കേട്ടപ്പോ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടത്? എന്ത് ആഡംബരങ്ങൾ ചെയ്താൽ ഈ വിവാഹത്തെ ഇനിയും നല്ലതാക്കാൻ പറ്റും എന്ന് അമ്മ വീണ്ടും രാജ്യത്തിൽ എല്ലാവരെയും വിളിച്ച്, പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് വിവാഹത്തിന് എന്താ പറയാ ചർച്ചകൾ അവിടെ വളരെ വിശേഷമായിട്ട് നടക്കുകയാണ്. കാഞ്ചനമാല സന്തോഷത്തോടുകൂടി എല്ലാത്തിലും പങ്കെടുക്കുകയാണ്. തന്റെ ഭർത്താവായ മലയധ്വജ പാണ്ഡ്യന് ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് മാത്രമേ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ മധുരാപുരി എന്താ പറയാ സ്വർഗ തുല്യമായിട്ട് അലങ്കരിക്കപ്പെടുകയാണ്. സോമവാരത്തില് ഭഗവാൻ വിഗ്രഹത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് കാണാനായിട്ട് എല്ലാവരും എന്താ പറയാ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്. ആ ദിവസം വന്നെത്തി മധുര മീനാക്ഷിയുടെ തിരുക്കല്യാണ വിളംബരം. ഇന്നും 7 ദിവസമാണ് മധുര മീനാക്ഷിയിലെ കല്യാണ വിളംബരം എന്ന് പറയുന്നത്. നാനാദിക്കിൽ നിന്ന് അപൂർവ മംഗല്യം കാണാനായിട്ട് ആളുകൾ വന്നു. സാക്ഷാൽ പരമേശ്വരനാണ് വരൻ എന്ന് കേട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ആരാണ് വരൻ? ഭഗവാനാണ്. പാണ്ഡ്യദേശത്ത് നിന്ന് ഇവിടെ വന്ന് ചേർന്ന, അതുപോലെ തന്നെ പാണ്ഡ്യദേശത്ത് വന്നു ചേരുകയാണ് ശിവൻ. ഇപ്പോ പരമശിവന്റെ തിരുക്കല്യാണ വിശേഷം നമ്മള് എല്ലാരെയും അറിയിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഈവൻ പക്ഷികൾ പോലും ശിവനാമം ജപിച്ചു എന്നാണ്. അപ്പൊ ദേവന്മാര്, ഋഷികള്, സിദ്ധന്മാര്, ഗന്ധർവന്മാര് എല്ലാവരും വന്ന് നിറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച സോമവാരമായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്ന മീനാക്ഷി കല്യാണം എന്നത് ഒരു ഉത്സവമായിട്ട് തീർന്നിരിക്കുക. അപ്പൊ സൃഷ്ടിയുടെ ആദ്യം ലളിതാ പരമേശ്വരിയെ വിഷ്ണുവാണ് കാമേശ്വരനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ഹിമവാൻ പാർവതിയെ ശിവന് കല്യാണം ചെയ്തു കൊടുത്തു. കാത്യായനി ദേവിയെ ശിവന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ ഇത്രയും കല്യാണങ്ങൾ നടന്നെങ്കിലും ഈ മീനാക്ഷി തിരുക്കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പരാശക്തി മധുരയിലെ രാജ്ഞിയായിട്ട് ദിഗ്വിജയം നടത്തി പരമശിവനെ കല്യാണം കഴിക്കുന്നതിന് എന്തോ ഒരു പ്രത്യേകത എല്ലാവർക്കും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മധുരയിലെ എല്ലാവരും മീനാക്ഷി തന്റെ വീട്ടിലെ കുട്ടിയാണ്, തന്റെ കുട്ടിയുടെ കല്യാണമാണ് നടക്കുന്നത് പോലെ വീടൊക്കെ അലങ്കരിച്ച് മാവില തോരണമാക്കി മധുരപലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി സന്തോഷത്തോടുകൂടി ചിത്രമാസത്തിലെ ശുഭമുഹൂർത്തത്തിനായി കാത്തിരുന്നു. അത് വന്നെത്തി. തിങ്കളാഴ്ച ദിവസം സാക്ഷാൽ സോമസുന്ദരമൂർത്തി തന്റെ വാക്കനുസരിച്ച് ശിവലിംഗത്തിൽ നിന്ന് സോമസുന്ദരമൂർത്തിയായിട്ട് പുറത്തു വരികയാണ്.
അപ്പൊ നമ്മുടെ നന്ദികേശ്വരനും ഭൃങ്ങി കൈലാസത്തു നിന്ന് സകലവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. വൃഷഭവാഹനം സാക്ഷാൽ നന്ദി ആ ഒരു വൃഷഭവാഹനത്തിന്റെ രൂപമെടുത്ത് അതിൽ കയറി. ഭഗവാൻ എങ്ങനെയാണ് വന്നത്? ആ ഒരു പീതാംബരധാരിയായിട്ട് കയ്യിലും കാലിലും വളകൾ ധരിച്ച് അഴകിയ വക്ഷസ്ഥലത്ത് വിവിധ മാലകൾ ധരിച്ച് ആഭരണങ്ങൾ ധരിച്ച് പരമസുന്ദരനായിട്ട് ആവിർഭവിച്ചു സാക്ഷാൽ പരമേശ്വരൻ. ലോകാനുഗ്രഹത്തിനായി സുന്ദരേശ്വരൻ എന്താണ് ചെയ്തത്? ജഡാവൽക്കലങ്ങളെ ഉപേക്ഷിച്ചു. അതിന് പകരം എന്ത് ധരിച്ചു? കിരീടം, ദിവ്യാംബരം, ചന്ദനം പൂശി ഒരു പുതിയ ഒരു പുതിയ വേഷത്തില് ഭഗവാൻ ഇത്രയും ഭംഗിയായിട്ട്, അതാണ് ഏറ്റവും സോമസുന്ദര മൂർത്തി. സോമനെ ആ ഒരു ചന്ദ്രക്കല തന്റെ ശിരസിൽ അണിഞ്ഞ് ആ ഒരു 1000 കാമേശ്വരന്മാർ വന്നാല് എങ്ങനെയിരിക്കും? മന്മഥന്മാർ അത്ര മന്മഥ തുല്യനായിട്ട് ആ ശിവന്റെ രൂപത്തെയാണ് നമ്മൾ സോമസുന്ദര മൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രത്യേക ഇത് കണ്ടാൽ എന്താ? സകല ഭോഗങ്ങളും നടക്കുന്നതാണ്. മോക്ഷമല്ല ഭഗവാൻ അപ്പൊ കൊടുക്കുന്നത്, ഭോഗമൂർത്തിയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക. സന്തോഷമായിട്ട് ഒരാൾ ഇരിക്കുമ്പോഴല്ലേ നമ്മളെല്ലാം ചോദിച്ച തരുന്നത്. മധുരയിലെ ഈ ശിവലിംഗം അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഈ ഒരു സ്വരൂപം അങ്ങ് എപ്പോഴും ജടാധാരിയാണ്, എപ്പോഴും തപസ്സിലിരിക്കുന്നതാണ്. അങ്ങ് ഒരു കാര്യം ചെയ്യണം, അങ്ങയുടെ ഈ സ്വരൂപത്തിൽ ഒരു ശിവലിംഗം അങ്ങയുടെ കൈകൊണ്ട് മധുരയിൽ പ്രതിഷ്ഠിക്കണമെന്ന് എല്ലാവരുടെയും ആവശ്യപ്രകാരം ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഒരു തിരുസ്വരൂപത്തില് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അദ്ദേഹത്തിനെല്ലാം വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കി പടിഞ്ഞാറ് ദർശനമായിട്ട് അതിന് അഭീഷ്ടപ്രദം എന്ന ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. അഭീഷ്ടപ്രദം, അവിടെ ചെന്ന് എന്ത് അഭീഷ്ടങ്ങൾ ചോദിച്ചാൽ, അതുകൊണ്ട് വിവാഹം നടക്കാത്തവര്, വിവാഹം നടന്നാൽ ജാതകദോഷമുള്ളവര്, പ്രശ്നങ്ങളുള്ളവര്, ദാമ്പത്യ പ്രശ്നമുള്ളവര് എല്ലാവരും ഈ പറഞ്ഞ പ്രത്യേക സുന്ദരേശ്വര ലിംഗത്തെ തൊഴുതാൽ അവരുടെ ദാമ്പത്യം, അവരുടെ ദമ്പതികളുമായിട്ടിരിക്കുന്ന പ്രശ്നം, വിവാഹം നടക്കാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതായി തീരും എന്ന് കഥയുണ്ട്. അപ്പോ പരമസുന്ദരനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു വൃഷഭധ്വജത്തിൽ തന്റെ ആ വൃഷഭത്തിന്റെ നന്ദികേശ്വരന്റെ പുറത്ത് വിവാഹത്തിനായിട്ട് എഴുന്നള്ളുകയാണ്. കൊട്ടാരത്തിന്റെ വെളിയിൽ അതിവിശാലമായിട്ടുള്ള വിവാഹ മണ്ഡപം ഉണ്ടാക്കി കഴിഞ്ഞു. പാർവതി ശരിക്കും പറഞ്ഞാൽ പാർവതി ദേവി ആയിട്ട് കല്യാണം കഴിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ശിവൻ വന്നത് പുലിത്തോലണിഞ്ഞ് ഒരു പേടിപ്പിക്കുന്ന രൂപത്തില് തന്റെ കൂടെയുള്ള ശിവഭൂതഗണങ്ങളുമായിട്ട് കണ്ട് പാർവതി ദേവിയുടെ അമ്മ ബോധം കെട്ട് വീണു എന്നാ കണ്ട് പേടിച്ചിട്ട്, ഇതാണോ നിന്റെ വരൻ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു സൗന്ദര്യമാണെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് പാർവതി വിവാഹത്തിന് വന്നത്. പക്ഷെ ഇവിടെയോ ദേവി എങ്ങനെ കല്യാണം ശരിക്കും ഒരു വരന്റെ രൂപത്തില് ലളിതാ പരമേശ്വരിയെ കല്യാണം കഴിക്കുമ്പോൾ അതിസുന്ദരനായ കാമേശ്വരനായിട്ടാണ് വന്നത്. വളരെ ചുരുക്കം സന്ദർഭത്തിലേ ഭഗവാനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പീതാംബരം ധരിച്ച് മാലകൾ ധരിച്ച് വാസനദ്രവ്യങ്ങളും ചന്ദനവും പൂശി കാമേശ്വരനായിട്ടാണ് ലളിതാദേവിയെ കല്യാണം കഴിക്കാൻ വന്നത്. അതേ രൂപത്തില് മധുര മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ സുന്ദരേശ്വരനായിട്ട് വരികയാണ്. ഈ വിവാഹത്തില് മീനാക്ഷി കല്യാണത്തിലാണ് പിന്നെ നമ്മൾ ആ രൂപത്തിൽ കാണുന്നത്. ബാക്കി എല്ലായിടത്തും ഭഗവാൻ പുലിത്തോലും എടുത്ത് ഈ പറഞ്ഞ ഒരു തൃശൂലവും പിടിച്ച് ജടയും കെട്ടി അങ്ങനെ പോവുള്ളൂ. അദ്ദേഹം രൂപം മാറ്റില്ല. 2 പ്രാവശ്യം നമുക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ലളിതാ പരമേശ്വരിയുടെ കാമേശ്വരനായിട്ടും, രണ്ടാമത് ഇവിടെ സോമസുന്ദര മൂർത്തിയായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഭോഗമൂർത്തി എന്ന് പറയുന്നത്. ഒരു വിവാഹത്തിന് മനസ്സ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ എന്ത് ചെന്ന് ചോദിച്ചാലും കൊടുക്കും. സാധാരണ വിവാഹത്തിന് ഒരുപാട് ദാനധർമാദികൾ ചെയ്യും. അച്ഛനമ്മമാരും അവരെ കൊണ്ട് ദമ്പതികളെ കൊണ്ടും ചെയ്യിക്കും. ദാനം? അനുഗ്രഹം കിട്ടും. അവിടെ എല്ലാവരെയും അനുഗ്രഹിക്കും ഭഗവാൻ. അതുപോലെ ഈ സന്തോഷത്തോട് നിൽക്കുന്ന ആ ഒരു മണമകൾ കോലം, ആ ഒരു രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ നമസ്കരിച്ചാല് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അങ്ങനെ ആ രൂപത്തിലാണ് ഭഗവാൻ കാമേശ്വരനായിട്ട് വന്നത്. സോമസുന്ദര ലിംഗത്തിൽ നിന്ന് ആവിർഭവിച്ചു വന്നത്. വേറൊരു ശിവലിംഗമാണ് അഭീഷ്ടപ്രദം എന്ന് പറഞ്ഞ ശിവലിംഗം അദ്ദേഹം തന്നെ പ്രതിഷ്ഠിച്ചത്. അപ്പോ ആ ഒരു മോഹനമായ രൂപത്തില് എല്ലാവരും വരികയാണ് ഭഗവാൻ. അപ്പൊ വരന്റെ തോഴന്മാരായിട്ട് ഒരു സൈഡില് ബ്രഹ്മാവ്, ഒരു സൈഡില് വിഷ്ണു, രണ്ടുപേരും സാധാരണ വിവാഹത്തിന് അച്ഛനമ്മമാരുടെ കൂടെ അച്ഛൻ കൈപിടിച്ചല്ലേ കൊണ്ടുവരുന്നത്. ജന്മമില്ലാത്ത എല്ലാ ദിക്കുകൾക്കും ആധാരമായിട്ടിരിക്കുന്ന പരമശിവന് ജന്മസ്ഥലമില്ല, പിതാവില്ല, ബന്ധുക്കളില്ല, അല്ലേ? അപ്പൊ ഭഗവാന്റെ ബന്ധുക്കൾ തോഴന്മാരായിട്ട് ഒരു സൈഡില് ബ്രഹ്മാവും ഒരു സൈഡില് വിഷ്ണുദേവനും വരികയാണ്. പിന്നാലെ ശിവഗണങ്ങള്, ദേവന്മാര്, യക്ഷന്മാര്, കിം പുരുഷന്മാര്,
ഋഷിമുനികള് എല്ലാവരും സോമശേഖര എന്താ പറയുക ലിംഗത്തിൽ നിന്ന് പുറപ്പെട്ട ശിവഭഗവാന്റെ പിന്നാലെ ആ ഒരു ഭഗവാനെ അനുഗമിച്ച് സന്തോഷത്തോടു കൂടി മീനാക്ഷിയുടെ തിരുക്കല്യാണത്തിനായി മധുരയില് ആ ഒരു ഘോഷയാത്ര, അത് പറയുന്നവനും കേൾക്കുന്നവന്റെയും എല്ലാം പാപങ്ങൾ നശിക്കുന്നതാണ്. ആ ഒരു ഈ പറയുന്ന ഈ ഒരു രൂപവും ഭഗവാന്റെ ഈ ഒരു രൂപവും ഈ ഒരു എന്താ പറയാ സംഭവങ്ങളും വർണ്ണിക്കുന്നവർക്കെല്ലാം തന്നെ തന്റെ പാപങ്ങളെല്ലാം ഇല്ലാതായി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഈ തിരുക്കല്യാണ ഉത്സവത്തില് മീനാക്ഷിയും ഭഗവാനും നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതും പറയാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നു, അമ്മ തന്നു. അതുകൊണ്ട് നമുക്കും അനുഗ്രഹത്തിന് ഈ സമയത്ത് അനുഗ്രഹം ചോദിക്കണം എന്നാണ്. അതിനൊരു ചെറിയ സമയത്ത് ഇതിങ്ങനെ പറയുമ്പോൾ കഥ നിർത്തിയിട്ട് എന്താ ഈ ഓരോ തിരുമണ കോലം തമിഴ്നാട്ടിൽ ഇത് വളരെ വിശേഷമാണ്. ഓരോടത്തും വന്നിട്ട് അനുഗ്രഹമായിട്ട് നിർത്തും. അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പ്രത്യേകിച്ച് ദീപാരാധന കഴിച്ച് ഭഗവാന്റെ അനുഗ്രഹം ചോദിക്കും. നമുക്കും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങിക്കാൻ ഭഗവാൻ തിരുമണക്കോലത്തില് മീനാക്ഷിയെ വിവാഹത്തിന് മണ്ഡപത്തില് അഗസ്ത്യന്റെ പ്രധാനമായിട്ട് നിന്ന് വരനെ സ്വീകരിക്കുകയാണ്. അഗസ്ത്യൻ പൂർണ്ണ കുംഭം കൊടുത്ത് സന്യാസിയായിരുന്ന ശിവൻ തിരുമണക്കോലത്തിൽ വന്നത് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, ഏറ്റവും പ്രിയപ്പെട്ട ഋഷിയാണ് അഗസ്ത്യർ എന്ന് പറയുന്നത്. അഗസ്ത്യർ എന്ത് ചെയ്തു? പൂർണ്ണ കുംഭം കൊടുത്ത് ശിവനെ സ്വീകരിച്ചു. വിവാഹത്തിന്റെ ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് വിശേഷമായിട്ട് ഒരു സ്വീകരണ ചടങ്ങുകൾ ഇല്ലേ കാണാനായിട്ട് മധുര നിവാസികളും ആകാശം മുഴുവനും ആളുകളെ കൊണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത കിംപുരുഷന്മാര് ഗന്ധർവന്മാര് ഗാനങ്ങൾ ആലപിക്കണം. എല്ലായിടത്തും ശിവമന്ത്രം ദേവീ മന്ത്രങ്ങൾ മുഴങ്ങുകയാണ് എല്ലായിടത്തും. വളരെ വളരെ എന്താ പറയാ ഒരു ധന്യമായിട്ടുള്ള മുഹൂർത്തം, ശിവശക്തി സംയോഗം നടക്കാൻ പോവാണ്. വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള എല്ലാവരുടെയും ഉള്ളില് വളരെ വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം. അങ്ങനെ ചടങ്ങുകൾ കാണാനായിട്ട് മധുര നിവാസികൾ തടിച്ചുകൂടി. എങ്ങനെയാണോ രാമചന്ദ്രമൂർത്തിയുടെ വിവാഹ സമയത്ത് ജനങ്ങള് രാമനെ എന്താ പറയുക സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ ഭഗവാന്റെ തോൾ ഭാഗം കണ്ടവര് അത് മാത്രം നോക്കി നിന്നു എന്നാണ്. കാരണം ഏറ്റവും സുന്ദരമൂർത്തിയായിട്ട് നമ്മൾ വിവാഹത്തിനല്ല, ഏറ്റവും എന്താ പറയുക ആ ഒരു സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് രാമനാണ്. രാമനെ എല്ലാരും അങ്ങനെ പറയുന്നത്. ശിവൻ സൗന്ദര്യം അല്ല എന്നല്ല, ആ ഒരു പ്രത്യക്ഷമായിട്ട് വിഷ്ണു അവതാരത്തിൽ വിഷ്ണുവിനെയാണ് അതീവ സുന്ദരനായിട്ട് പറയുന്നത്. പക്ഷെ രാമന്റെ തിരുക്കോലം എന്ന് പറയുന്നത് രാമൻ സൗന്ദര്യത്തിന്റെ, അദ്ദേഹത്തിന്റെ ഓരോ അംഗങ്ങളും സൗന്ദര്യമാണ്. കാരണം അത്രയ്ക്കും എന്താ പറയാ ഒരു കരുണയോടുകൂടിയ ഒരു മുഖവും അതുപോലെയുള്ള ഒരു ദേഹവുമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് കാണാനായിട്ട് തടിച്ചുകൂടി നിന്നവരെന്ത് ചെയ്തു? കൈ കണ്ടവര് കൈ മാത്രം കണ്ടുകൊണ്ട് നിന്നു. കാരണം വേറെ ഒരിടത്തോട്ടും നോക്കാൻ പറ്റില്ല. അതിൽ നിന്ന് കണ്ണ് പിൻവലിച്ചാലല്ലേ വേറെ കാണുള്ളൂ. അപ്പൊ തോള് നോക്കിയവര് തോള് നോക്കി നിന്നു, കാല് കണ്ടവര് കാല് മാത്രം കണ്ടുകൊണ്ട് നിന്നു, കൈ കണ്ടവര് മാത്രം നിന്നു എന്നൊക്കെ. എന്താ അത്ര സൗന്ദര്യമായിരുന്നു രാമചന്ദ്ര പ്രഭുവിനെന്ന് കമ്പരാമായണത്തിൽ വിശേഷമായിട്ട് പറയണുണ്ട്. അതുപോലെ ഇവിടെ സോമസുന്ദരമൂർത്തിയായ ശിവഭഗവാനെ കണ്ടവര് എന്താ എവിടെ നോക്കും ഭഗവാന്റെ എന്തോ ഒരു ഭംഗി, ഇത്രയും സൗന്ദര്യം. 1000 മന്മഥന്മാരെന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു ജ്വലിച്ച് നിൽക്കുകയാണ്, ആകർഷണ ശക്തി ഇങ്ങനെ നിൽക്കണം. സ്വതവേ ആകർഷണമുള്ള ആ ഒരു മംഗള സ്വരൂപത്തെ ആളുകൾക്ക് കണ്ടിട്ടും ആ ആകർഷണം കൊണ്ട് അവർക്ക് എന്താ ചെയ്യണത്? അവരിങ്ങനെ സ്തബ്ധമായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പരമസുന്ദരമൂർത്തി, പരമകാരുണ്യമൂർത്തി, കാമേശ്വരമൂർത്തി, പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരിക്കുന്ന ശിവഭഗവാൻ എന്ന് പറഞ്ഞ് ജനങ്ങൾ തൊഴുന്നു, കണ്ണുനീര് വാർക്കുന്നു. എന്താ അവർക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് ഒരു വലിയ ദൃശ്യത്തെ കണ്ടതുപോലെ, ഒരു അത്ഭുത ദൃശ്യം, മംഗള ദൃശ്യത്തെ കണ്ടതുപോലെ ഭഗവാനെ ഇങ്ങനെ നോക്കി. പുണ്യം പുണ്യം പുണ്യം, ഇത് മധുരാപുരിയുടെ പുണ്യം എന്ന് പറഞ്ഞ് എന്താ പറയാ അവിടുത്തെ ഋഷിമുനിമാരും അവിടുത്തെ എന്താ പറയാ ആ അമ്പലത്തിൽ ക്ഷേത്രത്തിലെ പൂജാരിയും എല്ലാം മഹാപുണ്യം, മധുരയുടെ മഹാപുണ്യം എന്ന് പറഞ്ഞ് ഭഗവാൻ നടക്കുന്നിടത്ത് പൂക്കളിട്ട് ഭഗവാന്റെ ഓരോ പാദങ്ങളും പൂക്കളിൽ ചവിട്ടി ആ വരനെ സ്വീകരിക്കുന്ന ആ ഒരു മഹനീയമായ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവും ബ്രഹ്മാവിനും എന്താ ശരിക്കും വിഷ്ണുവും ബ്രഹ്മാവും അടുത്തടുത്ത് പോവാണ്. കാരണം പണ്ടൊരിക്കൽ അടി കാണാനും മുടി കാണാനും രണ്ടുപേരും കൂടെ പോയതാണ് ശിവലിംഗത്തിന്റെ. ഒരാൾ അടിയിലോട്ട് പോയി, ഒരാൾ മേളിലോട്ട് പോയി ഇല്ലേ. അന്നം പറന്നു മുകളിലേക്ക്, എന്താ പറയാ താഴോട്ട് പോയി ബ്രഹ്മാവ്. അവസാനം കള്ളം പറയണു, ശിവന്റെ ഒരു ഭാഗം കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് കൈതപ്പൂവിനെയും കൊണ്ട്. വിഷ്ണു പറഞ്ഞു കണ്ടില്ല എന്ന്. കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ ഒരു തല നുള്ളിക്കളയാണ് ശിവൻ. ആ ബ്രഹ്മാവാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ശിവന്റെ സൈഡിൽ കൂടെ അദ്ദേഹം തോഴനായിട്ട് ആ ഒരു ബ്രഹ്മസ്വരൂപം, ആ ഒരു ഇരുന്ന ബ്രഹ്മാവ് ഇപ്പൊ എന്ത് ചെയ്യണു? സുന്ദരനായിട്ട് മധുര മീനാക്ഷിയെ വരിക്കുവാനായിട്ട് വന്ന ആ ഒരു ശിവന്റെ കൂടെ തങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തവരാണെന്ന് വിചാരിച്ച് രണ്ട് സൈഡിലും നിന്നിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഒരു പരബ്രഹ്മ സ്വരൂപത്തെ
തങ്ങള് ഭാഗ്യം ചെയ്താണോ കണ്ട വിഷ്ണുവും ബ്രഹ്മാവും വിചാരിക്കണം ഈ ഭഗവാനെ അകമ്പടി സേവിക്കാൻ തങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തു എന്നിങ്ങനെ വിചാരിച്ച് അവര് രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ വരികയാണ്. മീനാക്ഷിയുടെ പുണ്യം എന്താണ്? എന്താ പറയാ, ആ ഒരു പൂമഴയിൽ കുളിച്ച് അദ്ദേഹം വരുന്ന വഴിയിലെല്ലാം തന്നെ പൂമഴ വർഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിവാഹ മണ്ഡപത്തില് ശിവൻ വന്നു, അദ്ദേഹത്തെ ആ ഒരു മണ്ഡപത്തിൽ കയറ്റി ഇരുത്തി എല്ലാവരും കൂടെ. അടുത്തത് എവിടെയാണ് നമുക്ക് പോവേണ്ടത്? മീനാക്ഷിയുടെ വിവാഹ കോലമാണ് നമുക്ക് കാണേണ്ടത്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.